ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൽ 4 പേരും കൂടി പോകുന്നത് വയനാട്ടിലേക്കാട്ടോ. ഒറ്റ മൈൻഡ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ടക്കടക്കടന്ന് പറഞ്ഞ പോലെ നമ്മൾ പോവാണ്. അപ്പോൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ കാറിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൂർ പെരുമന്തൂർ എത്തിയിരിക്കുക കേട്ടോ. കറക്റ്റ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ വേണ്ടി കുറേ ലേറ്റായിട്ടോ. കൊട്ടിയൂർ വഴിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് തന്നെ. മനോഹരമായ യാത്രകളാണ്. എന്താ പറയുക, നമ്മൾ ഒറ്റ മൈൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ഫണ്ടൊന്നും അങ്ങനെ വലുതായിട്ട് കരുതിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ഷോർട്ടായി നമ്മൾ എന്താ പറയുക, ഇതൊക്കെ പ്രാന്തായെന്ന് വേണം പറയാം. പക്ഷെ നമ്മൾ ഈ യാത്ര സത്യം പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് പറയാം. നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഇതൊക്കെ നമ്മളെ സ്വന്തമാണ്, നമ്മളെ ഓർമ്മകൾ നമ്മളെ മാത്രം സ്വന്തം. ഈ ട്രിപ്പ് എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ട്, നല്ല നല്ല ഓർമ്മകൾ, സന്തോഷമുണ്ട്. നമ്മളാണെങ്കിൽ എന്താടാ പറഞ്ഞോ. യെസ്, ഫോട്ടോ എടുക്കാം. കിടിലൻ ഒരു തോട് കണ്ടു. എടുക്കുന്നുണ്ടാ. ഓ സെറ്റും മക്കളെ നോക്ക് ഗൈസ്, നല്ല ഭംഗിയുണ്ട് അല്ല ആകാശ? ജില്ല എങ്ങനെയുണ്ട് ഡ്രസ്സ്? യെസ്, അടിപൊളിയല്ലേ? ഇതാണ് അവർ പറഞ്ഞ കമ്പി കേട്ടോ. ഇതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല. എന്താ ഷോക്കടിക്കും. പോവോ? സമയത്തല്ലേ? ഓക്കെ. 7 മണിയായി കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് കറണ്ട് പാസ് ചെയ്യുന്നു പറഞ്ഞു. അതിന് മുമ്പേ നമുക്ക് കിടക്കാം അങ്ങനെ പറഞ്ഞു. ഓക്കെ, നമ്മളാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, വേദ ഇവിടെ ഉണ്ട്, ആകാശുണ്ട്, ആകാശാണ് എൻ്റെ മസാജർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ജില്ലുണ്ട്. ഇവിടെ നോക്കി നല്ല വ്യൂ ആട്ടോ, നല്ല ഭംഗി അല്ലടാ ആകാശ? കിട്ടലും വ്യൂ ആ, അടിപൊളിയാണ്. ഉണ്ടല്ലേ കോടമഞ്ഞൊക്കെ സെറ്റാണ്. നല്ല തണുപ്പുണ്ട്, കിട്ടലും തണുപ്പാണ്. കണ്ട നല്ല ചൂട് പത്തലും മുട്ടക്കറി നമ്മളെല്ലാം കൂടി കഴിക്കുന്നു. കൊള്ളാലോ. ഇവർ പൂരി ബാജി, ആകാശ് പൂരി കടലക്കറി. ഓക്കെ, നമ്മളല്ല മുട്ടക്കറി സെറ്റ്. അതുപോലെ ഇത് വ്യൂ കൊള്ളാം, വെള്ളയും കൊള്ളാം, കറി കൊള്ളാം. നമ്മളങ്ങനെ വയനാട് എത്തിയിട്ടോ. വയനാട് ചുരമെല്ലാം കയറി നമ്മൾ സെറ്റായി എത്തി. എന്താ പറയുക, എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ ആകാശ്? അതെ, ഞാൻ ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ഞങ്ങൾക്കാണെങ്കിൽ മാറി ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടാട്ടോ. മാറി ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരുന്നു. കാർ ഓടിക്കാനും പിന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഈ യാത്ര ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് നമുക്ക് കുറേ പ്ലാനിങ് ഒന്നും നടന്നിട്ട് ആകെ 2-3 സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒറ്റ ദിവസം കൊണ്ട്. പിറ്റേ ദിവസമാണ് കോഴിക്കോട് നമ്മൾ പോയി. പക്ഷേ ഈ യാത്ര തന്ന ഓർമ്മകൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാത്രം സ്വന്തം. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും ഒന്നും നമുക്കറിയില്ല. നമ്മളാണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ചർച്ച ഉണ്ട് കേട്ടോ. തേയിലത്തോട്ടിൽ നടക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കയറാൻ ആഗ്രഹമുണ്ടായ ഒരു ചർച്ചയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം പറ്റിയില്ല, ഈ വർഷം പറ്റും വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കയറി കാണാം കേട്ടോ. ഓക്കെ, ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടോ. എന്തെങ്കിലും ഒരിക്കലും ഞാൻ കയറും, വേറെ കാര്യം. ഇവിടെ തേയിലത്തോട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നോക്കുമ്പോൾ ദൂരം നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എന്ത് അടിപൊളി ഫ്രെയിമാണ്. എല്ലാം ഞാൻ ലാസ്റ്റ് ഇടാട്ടോ. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പൊളിയാട്ടോ ഈ യാത്ര. ഒറ്റ മൈൻഡ് ട്രിപ്പ് പൊളിയാണ്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യണം കുറച്ചൊക്കെ. ഗൈസ് നമ്മളാണെങ്കിൽ കുറുബാല വ്യൂ എന്താ പറയുക, കുറുബാല കോട്ട വ്യൂ പോയിൻ്റ് അവിടെ കയറാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എന്താ പറയുക ഗൈസ്, നമ്മൾ കയറണോ വേണ്ടെങ്കിൽ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കയറിയ ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോൾ പോയ വെയിലായിരിക്കും ഫുള്ള്, രാവിലെ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കോടമഞ്ഞൊക്കെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ വൈദ്യുതി ഇപ്പോൾ 3 മണിക്കൂർ കയറാണ്ട് തിരിച്ച് താഴേക്ക് 3 മണിക്കൂർ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ജീപ്പിൽ പോകണമെങ്കിൽ ഒരാൾക്ക് 700 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് 700 രൂപ, പിന്നെ ടീമായിട്ട് പോകണമെങ്കിൽ 700 രൂപ മതി പറഞ്ഞു. നമ്മൾ 4 പേരല്ലേ. അപ്പോൾ നമ്മൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കാന്തമ്പാറ എന്ന് പറഞ്ഞിട്ട് വാട്ടർഫാൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഒരാൾക്ക് 40 രൂപ. ഓക്കെ, നമ്മളിങ്ങനെ പോവാണ്. നോക്കാം, അടിപൊളിയാണ് നോക്കാം. ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നല്ല കിടിലൻ തണുപ്പാണ്. ആകാശ കിളി പോയിരിക്കുക തണുപ്പ് കണ്ടിട്ട്. നിവേദാണെങ്കിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല ഇറങ്ങണ്ടാ ബാബാ, കാല് വെക്കുമ്പോ ഇങ്ങനെ വിറയ്ക്കുക, അത്ര തണുപ്പാണ്. ഇവരെ സമ്മതിക്കണം കേട്ടോ. എന്താ നോക്കിക്കേ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെവിടെ ഇരിക്കുക കേട്ടോ. അവിടെ ധൈര്യമില്ല. എന്താ പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10 അടി താഴ്ച 4 അടി താഴ്ച എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അവിടെ നല്ല ആഴമുണ്ട്. അവിടെ തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ പിന്നെ അത്രയില്ല, നമ്മൾ മുക്കി കണ്ട അത്രയില്ല ആഴം, അവിടെ പ്രശ്നമില്ല. പക്ഷെ നല്ല തണുത്ത വെള്ളം തന്നെ, ഐസം കെട്ട വെള്ളം ഇങ്ങനെ വിറക്കുക നമ്മൾ. ആ എങ്ങനെയുണ്ടാ തണുപ്പ്? ഐസം കെട്ട് ഇവിടെയാണ് പാലം കയറി. സൂക്ഷിച്ച് കണ്ട് നിന്നില്ലെങ്കിൽ നേരെ തലയടിച്ച് വീഴുന്നത്. ആകാശം ചെറുതായിട്ട് തന്നെ വീണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പ്രതീക്ഷിക്കുന്നു. നീ സൂക്ഷിച്ചു, ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങാം. ഓക്കെ എടാ, മെല്ലെ മെല്ലെ മെല്ലെ. നല്ല തെന്നലുണ്ട്, ഇതിൽ കാണുന്നുണ്ട് തെന്നുന്നുണ്ടെന്ന്. ഓക്കെ, ഇത് നമ്മളെല്ലാവരും നല്ല ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ നല്ല ഐസം കെട്ട വെള്ളമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഇത് ആകാശാണ് ഫുള്ള് നനപ്പിച്ച് അതിൻ്റെ ചെരുപ്പ് എടുത്തിട്ട് അവൻ ഇങ്ങനെ തെറിപ്പിക്കലായിരുന്നു. എങ്ങനെയൊക്കെ നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതാ ഇവിടെ ആൾക്കാരുണ്ട്, ഒരു കുട്ടികളുണ്ട്. എൻ്റെ ഫോൺ തട്ടിക്കൊണ്ട് പോകാൻ എനിക്കറിയില്ല. നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടോ, ഇനി പോകാനുള്ള പരിപാടിയാണ്. ഹായ് ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, നമ്മളുള്ള ബീഫ് ബിരിയാണി. ഓക്കെ, ആകാശ് ചോർ. ഓക്കെ, അപ്പോൾ ന്യൂ ദുബായിൽ നമ്മൾ അടിപൊളി ബിരിയാണി കഴിച്ച്, ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ് വയർ നിറച്ചും കഴിച്ചിട്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എടക്കൽ കേവ്സ് ആയിട്ടാണ്. അപ്പോൾ വൈദവേ നമ്മളിവിടെ എത്തി, ഞാൻ പാർക്കൊക്കെ ചെയ്തു. അപ്പോൾ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു. ഇതിനിടുന്ന് കടന്ന് ഉറങ്ങുന്നുണ്ട്. രണ്ടും നല്ല ക്ഷീണമുണ്ട്. കണ്ട എന്ത് പറ്റി? എടാ വാടാ, ഇവർക്ക് മടുത്തെന്നൊക്കെ പറയുന്നത്. എടാ വാടാ, എൻജോയ് ചെയ്യടാ, വാടാ നീ വാ. ആകാശേ എന്താടാ, വാ എല്ലാവരും വാ വാ വാ. ഗൈസ്, നമ്മൾ ഇരിക്കൽ ഗുഹ കയറാൻ പോകട്ടോ. ഞാനുണ്ട്, ജില്ലനുണ്ട്, നമ്മൾ രണ്ടാം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാൻ, അവർക്ക് ക്ഷീണം കാരണം അവർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ രണ്ടാൾ കയറാൻ പ്ലാനില്ല കേട്ടോ. ഓക്കെ, കുറച്ച് ആവേശം കൂടിയെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടില്ലേ ഇത്ര കുന്നുണ്ട്. നമ്മളെ റാണിയുടെ മോളെ കുറച്ചുകൂടി പാടണമെന്ന് തോന്നുന്നു. നോക്കട്ടെ, അടുത്തിട്ട് പറയാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുയിലിൻ്റെ അമ്മേ, ഒന്നൊന്നര കുന്നായി പോയി. ആടാ വേറെ ഭയങ്കര അവസ്ഥ കേട്ടോ. കുത്തനെ കേട്ടാണ്, പക്ഷെ കുഞ്ഞ് ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഒരു പ്രായ അങ്കിളൊക്കെ കയറി വരുന്നുണ്ട്. ഇതൊന്നും എക്സ്പീരിയൻസ് ആയിട്ടോ. ഇത് കണ്ടപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മളെ മഞ്ഞുമൽ ബോയ്സിൻ്റെ അതേ സെയിം ഫ്രെയിമാണ് എനിക്ക് തോന്നി. അതേ ഗുഹ പോലെ എനിക്ക് തോന്നി. നിങ്ങൾ കമൻറ്റ് ഇടുക ഇത് തന്നെയാണോ. ഓക്കെ, പിന്നെന്താ പറയുക, വേറെ കണ്ടില്ലേ, ഇതാണ് വ്യൂ. താഴെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അല്ലടാ, ഒന്നും നോക്കണ്ട. കണ്ടില്ലേ, അതേ അവസ്ഥയാണ്. കുറേ സാധനങ്ങൾ വീണ്ടുണ്ട്, പോയാൽ പോയി. അതാണ്, ബാധിച്ചു പോവാം നമുക്ക്. പിന്നീട് കാര്യമില്ല, പോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിന്ന് പറയാം. എന്താ പറഞ്ഞാൽ ആ മല കയറിയപ്പോൾ മൊത്തം തലക്ക് പിടിച്ചെന്ന് പറയാം. ഒന്നൊന്നര കയറ്റായിരുന്നു. ഇറങ്ങിയിട്ട് വന്നപ്പോൾ ഫുൾ ടയർഡായി. എങ്ങനെയൊക്കെ കാറിനുള്ളിൽ കയറി ഒരു പരിവായി. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി, ഇപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു റൂം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി ചെറിയ വഴി കൂടിയാണ് ഇപ്പോൾ വണ്ടി കയറ്റി കൊടുക്കുന്നത്. പണിയാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിലെത്തി കേട്ടോ. അപ്പോൾ കാര്യം പറയാം, ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് ബ്ലോഗിലിടുന്നത്. സംഭവം കുറേ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ട് വയനാട് പെട്ടെന്ന് നമ്മൾ ഒറ്റ മൈൻഡ് ട്രിപ്പാണ്. സത്യം പറഞ്ഞാൽ പ്ലാനിങ് ഒന്നും നടന്നിട്ട് ഒറ്റ പ്ലാനിങ് ഇല്ല. ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ട ഒറ്റ പോക്ക് നമ്മൾ പോയി. എന്താ പറയുക, അപ്പോൾ ഇത് കുറേ വലിയ ബ്ലോഗാണ്, കുറച്ച് വലിയ ബ്ലോഗാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മൾ കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോഴിക്കോട് വന്ന് പെട്ടെന്ന് റൂം നോക്കിയപ്പോൾ റൂം കിട്ടില്ല. അപ്പോൾ ജില്ലൻ്റെ ആകാശൻ ഫ്രണ്ടിൻ്റെ അവിടെ താമസിക്കുന്ന റൂമുണ്ട്. അപ്പോൾ അവരെ വിളിച്ചു, അവർ ഓക്കെ വന്നോന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ താമസിച്ചു. അപ്പോൾ ആരും എഴുന്നേറ്റില്ല. ഞാനിപ്പോൾ എഴുന്നേറ്റില്ല, ഒരു 10 മണിയായി ഇപ്പോൾ എഴുന്നേറ്റ്. അപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തെന്താ പരിപാടി നോക്കാം. അപ്പോൾ ഇതൊരു ഇവിടുന്ന് വീഡിയോ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ബ്ലോഗ് ആയിരിക്കും, നോക്കാം എന്താണ് നോക്കിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വയനാട് ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ, വയനാട് ഒറ്റ ട്രിപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ നിൽക്കാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.